ഹായ്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു കേസരി തയ്യാറാക്കിയാലോ? നമ്മുടെ റവ വെച്ചുകൊണ്ട് എല്ലാം എളുപ്പത്തിൽ നമുക്കിപ്പം ചായക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം നമുക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സംഭവമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യാഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാഷ് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് ക്യാഷ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് കുറയ്ക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ മുന്തിരി ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുന്തിരിയൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുക. തീ ഇനി നമുക്കിത് കരിഞ്ഞു പോകാതെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മണം വരുമല്ലോ, ആ മണം ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഏകദേശം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്കൊരു മണമൊക്കെ വരുന്നത്. നമ്മൾ കരിയാതെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ചരുവം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് കളറിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, ഇല്ലെങ്കിൽ കുങ്കുമപ്പൂവോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മാത്രം മതി. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ റവ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഏലക്ക ചതച്ചതോ പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് നോക്കി ഒഴിച്ചാൽ മതി. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് ബാക്കി വന്ന നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരും, അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരൊക്കെ മെൽറ്റായി നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേസരി നമ്മുടേതായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നോക്ക്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.